നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുകയാണ്. അങ്ങനെ ഉടലെടുത്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ സുശീൽ കുമാർ മോദി പ്രതികരിച്ചിട്ടുണ്ട്. അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കാൻ കഴിയും, രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കളിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ബീഹാർ മഹാമുന്നണിയിലെ സഖ്യകക്ഷിയായ RJDക്കെതിരെ നടത്തിയ കുടുംബ രാഷ്ട്രീയ പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള ക്ഷണം നിരസിച്ചതും നിതീഷിനെ NDAയിലേക്ക് വീണ്ടും അടുപ്പിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന അഭ്യൂഹം പുറത്തു വന്നിരിക്കുന്നത്. നിതീഷിന്റെ നീക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ കെടുത്തുകയാണ്. നിതീഷും JDUവും BJPയുമായി ചർച്ച തുടങ്ങിയതായി അറിയുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരിയെ ദേശീയ നേതൃത്വം അടിയന്തരമായി ഡൽഹിക്ക് വിളിച്ചതും അഭ്യൂഹങ്ങൾ ശക്തമാക്കി. അതേസമയം തിരിച്ചു വരാൻ നിതീഷ് ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് NDA ഉപാധി വെച്ചതായും ബീഹാർ നിയമസഭ പിരിച്ചുവിടാൻ നിതീഷ് കുമാർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അതേസമയം ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിച്ചു വരികയാണ്. നിതീഷ് കുമാറിന് NDAയിലേക്കുള്ള തിരിച്ചുപോക്ക് അത്ര എളുപ്പമാകില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ചിരാഗ് പാസ്വാനെയും ഉപേന്ദർ കുശ്യാഹയെയും കുറിച്ച് അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ RJD കൂടെയുണ്ടെന്ന് ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിൽ വ്യക്തതയില്ലാത്തതിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ അംഗീകരിക്കാത്തതിലും നിതീഷ് കുമാർ അസ്വസ്ഥനായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ദളിത് നേതാവിനെ പരിഗണിക്കണമെന്ന മമതയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും നിർദ്ദേശത്തിൽ ക്ഷുഭിതനായ നിതീഷ് മുന്നണി കൺവീനർ സ്ഥാനവും നിരസിച്ചിരുന്നു. അതേ മമതയും കേജ്രിവാളും ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ കൈവിട്ട മട്ടിലാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് നിതീഷായിരുന്നു.